ഇവിടെ എന്താണ് അദ്ദേഹത്തെ കാണാനെത്തുന്നവരുടെ ക്യൂ ഒന്ന് ഒതുങ്ങുന്നു എന്ന് വിചാരിക്കുന്ന സമയത്തൊക്കെ ക്യൂ പിന്നെയും നീണ്ടു വരികയാണ്. പക്ഷേ പരമാവധി വേഗതയിൽ ക്യൂ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇവിടെ ക്രമീകരണങ്ങൾക്ക് പ്രത്യേകം ഒരു പ്രശംസ അറിയിക്കുന്നുണ്ട്. കാര്യം കൃത്യമായി തന്നെ ഏതെങ്കിലും തരത്തിൽ വരുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ, വലിയൊരു ക്രൗഡായി തോന്നിക്കാതെ, ആൾക്കാർക്ക് അധിക സമയം വെയിറ്റ് ചെയ്യിക്കാതെ കൃത്യമായി തന്നെ ക്രമീകരണം സജ്ജമായിരുന്നു. VS എഴുന്നോക്ക് കാണുക എന്ന ആഗ്രഹത്തിലെത്തുന്നവർക്ക് അത് സാധിക്കാതെ പോവുക എന്നൊന്നും ഇവിടെ ഇല്ല. ഇപ്പോഴും പക്ഷേ ആളുകൾ എത്തിച്ചേരുന്നു. 2 മണിക്ക് തന്നെ പൊതുദർശനം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വിലാപയാത്ര കടന്നു പോകുന്ന വഴികൾ ഇങ്ങനെയാണ്. അത് ഇവിടുന്ന് തുടങ്ങുന്നു. പാളയം PMG വഴി പ്ലാമൂട്, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ, പോങ്ങമ്മൂട്, ശ്രീകാര്യം തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്ക് ആണ് പോകുന്നത്. ഈ വഴികൾ കൂടിയാണ് പോകുന്നത്. ഇവിടെയൊക്കെ ഓരോരോ ആദരമർപ്പിക്കാനുള്ള പോയിന്റുകളുണ്ട്. ചാവടിമുക്ക്, പാങ്ങപ്പാറ, കാര്യവട്ടം, കഴക്കൂട്ടം, വെട്ടുറോഡ്, കണിയാപുരം, പള്ളിപ്പുറം, മംഗലപുരം, ചെമ്പകമംഗലം, കോരാണി, മൂന്നുമുക്ക്, ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ്, കച്ചേരിനട, ആലംകോട്, കടുവയിൽ, കല്ലമ്പലം, നാവായിക്കുളം, 28 മൈല്, കടമ്പാട്ടുകോണം, പാരിപ്പള്ളി, ചാത്തന്നൂർ, കുട്ടിയം വഴി, ചിന്നക്കട ബസ് ബേ, കാവനാടും കടന്ന് ചവറ ബസ് സ്റ്റാൻഡ്, കരുനാഗപ്പള്ളി, ഓച്ചിറ. ഓർത്തു നോക്കണം, ഇവിടെയൊക്കെ VSന്റെ അതിശക്തമായ ഒരുപാട് VSന് ഫോളോവേഴ്സ് ഉള്ള, VSന് ആരാധകർ തന്നെ, ആ വാക്ക് തന്നെ ഉപയോഗിക്കാം, ഒരുപാട് VSന് ആരാധകരുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെയും. ഓച്ചിറ KPSC ജംഗ്ഷൻ, കായംകുളം KSRTC ബസ് സ്റ്റാൻഡ്, അവിടെ നിന്ന് കൈയിലക്കുളങ്ങരയിലേക്കാണ് പോകുന്നത്. പിന്നെ നങ്ങിയാർകുളങ്ങര, ഹരിപ്പാട് KSRTC സ്റ്റാൻഡ്, ഠാണാപ്പടി വഴി കരുവാറ്റിയും തോട്ടപ്പള്ളിയും കടന്ന് പുറക്കാട്, അമ്പലപ്പുഴ ടൗൺ കഴിഞ്ഞ് വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞ് VSന്റെ പുന്നപ്രയിലെ വേലിക്കകത്ത് വീടിനെ കുറിച്ച് പോകുന്നു എന്നുള്ളതാണ് ആ വിലാപയാത്രയുടെ ഒരു വഴി എന്ന് പറയാൻ കഴിയുന്നത്. ഈ വഴികളിലൊക്കെ ഓരോരോ കേന്ദ്രങ്ങൾ കൃത്യമായി തന്നെ ഇപ്പോൾ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ക്രമീകരണം നമ്മളിപ്പോൾ ഇവിടെ ദർബാർ ഹാളിൽ കാണുന്ന കൃത്യമായ കണിശതയുള്ള ക്രമീകരണങ്ങൾ പോലെ ഈ മേഖലകളിലൊക്കെ കൃത്യമായ ക്രമീകരണങ്ങളുണ്ട്. ആ ക്രമീകരണങ്ങൾ ഏതാണ്ട് അതേപടി തന്നെ പൂർത്തിയായി, അല്ലെങ്കിൽ ആ ക്രമീകരണങ്ങൾ ഓരോ പോയിന്റുകളിലുമുള്ള സമയക്ലിപ്തത ഏതാണ്ട് അതേപോലെ തന്നെ പാലിക്കാൻ കഴിഞ്ഞാൽ രാത്രി 11 മണിക്കൂർ എടുത്ത് രാത്രി 1 മണിയോടുകൂടി തന്നെ അങ്ങോട്ടേക്ക് എത്താൻ കഴിയും, കൊല്ലത്തേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്, ആലപ്പുഴയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ നമുക്കറിയില്ല, തെരുവിലേക്ക് ഇറങ്ങിയാൽ VSനെ കാണാൻ നമ്മളൊരു പക്ഷേ ഇവിടെ കാണുന്ന അച്ചടക്കത്തോടെയുള്ള ഇവിടെ ബാരിക്കേഡ് വെച്ച് കൃത്യമായ പോലീസ് നിയന്ത്രണത്തിൽ ബാരിക്കേഡ് വെച്ച് ഒരു വരിയായി അങ്ങോട്ടേക്ക് പോകുന്നത് പോലെ ആവില്ല ഒരു പക്ഷേ തെരുവിലേക്ക് ഇറങ്ങിയാൽ കാര്യങ്ങൾ. തെരുവിലേക്ക് ഇറങ്ങിയാൽ തെരുവൊന്നാകെ ഈ കേരളത്തിൻ്റെ സമരനായകന് വേണ്ടി തെരുവിൽ അണിനിരക്കും. സമരനായകനെ കാണാൻ ഒരു മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യങ്ങളും വിളിക്കാൻ കൊതിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ തെരുവിൽ നിറയും. ആ തെരുവിൽ അങ്ങനെ നിറയുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മൾ ഇവിടെ കാണുന്ന പോലെയുള്ള കൃത്യതയോടെ കണിശതയുള്ള ഒരു ക്രമീകരണം അവിടെയൊക്കെ സാധ്യമാകുമോ എന്ന കാര്യം നമുക്കറിയില്ല. അതെന്തായാലും കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്തായാലും അങ്ങനെയാണ് വിലാപയാത്രയുടെ ഒരു വഴി അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പോഴും 2 ലൈനുകളിൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തും. എന്തായാലും CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയി വിലാപയാത്രയുടെ ഒരുക്കങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. 2 മണിയോടുകൂടി തന്നെ ഇവിടുന്ന് വിലാപയാത്ര ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2 മണിക്കും വലിയ ജനക്കൂട്ടമുണ്ടെങ്കിൽ ഒരുമിച്ച് കയറ്റി ഒന്ന് കാണിച്ചിട്ട് നമ്മൾ തിരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളൊരു കണക്കനുസരിച്ചൊരു 11 മണിക്കൂറെങ്കിലും ഇന്നത്തെ നിലയിൽ ആലപ്പുഴയിൽ എത്താൻ വേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 മണിക്ക് തന്നെ തിരിക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ആക്കി വെച്ചിരിക്കുകയാണ്. ആളുകൾ കൂട്ടത്തോടെ നിൽക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കാണാനുള്ളൊരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് V. ജോയി ഒരുക്കുന്ന ക്രമീകരണങ്ങളെ പറ്റി പറയുകയാണ്. കൃത്യമായി തന്നെ നേതൃത്വം ഇവിടെയുള്ള ക്രമീകരണങ്ങൾ അങ്ങനെ തന്നെ പുരോഗമിക്കുന്നുണ്ട്.